ഒരു സുന്നിയല്ല എന്നതിൻ്റെ തെളിവ് യാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പത്രങ്ങൾ വിളിച്ചു പറയുകയാണ്. കാക്ക കുളിച്ചാൽ കൊക്ക ആകുമോ? ഒരിക്കലുമില്ല. കണ്ടങ്ങളിപ്പോൾ ഈ ലക്കത്തെ സുന്നി വോയിസാണിത്. 2026 ജനുവരി 1 മുതൽ 15 വരെയുള്ള സുന്നി വോയിസ്. ഈ 1-15 ആണല്ലോ യാത്ര നടക്കുന്നത്. ആ സുന്നി വോയിസിൻ്റെ ആദ്യത്തിൽ തന്നെ കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്ന ദർശനത്തിലെ അതിവാദങ്ങൾ. സ്വപ്ന ദർശനത്തിലെ അതിവാദങ്ങൾ മനസ്സിലായില്ല? അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂല് തന്നെയാണ് എന്ന് ഉറപ്പിക്കണം എന്നതായിരുന്നു അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ കണ്ടോ, ഇതിൽ പച്ചയായ ഇതാണ്. ഇത് നമ്മളെ വിശകലനം വ്യക്തമായിട്ട് വരുന്നുണ്ട്. എത്ര പേജുകളാണെന്നറിയാം വഹാബിസ് എഴുതി വിട്ടത്. കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണെന്ന് ഉറപ്പ് ലഭിക്കുന്നത് സ്വഹാബിക്കോ അല്ലെങ്കിൽ പ്രവാചകരുടെ വിശേഷണങ്ങൾ കൃത്യമായി പഠിച്ച് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവനെ പോലെ അവ മനസ്സിൽ പതിഞ്ഞവർക്കോ മാത്രമാണ്. AP വിഭാഗത്തിൻ്റെ മുഖപത്രം സുന്നിയാണ് എന്ന് വിളിച്ചു പറയാൻ വേണ്ടി യാത്ര നടത്തുമ്പോൾ അവരെ പത്രത്തിൽ എഴുതിയതാണ് ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ സ്വഹാബിയെപ്പോലെ കണ്ടവനെ പോലെ മനസ്സിൽ പതിഞ്ഞവർക്ക് മാത്രമാണ്. അല്ലാത്തവർക്ക് കണ്ടാൽ അത് റസൂലാണെന്ന് ഉറപ്പിക്കാൻ പറ്റൂല, പിശാചാകാം. അപ്പൊ മങ്കൂസ് മൗലിദ് എന്തായി? ശറഫുല്ലന മൗലിദ് എന്തായി? സ്വപ്നം കണ്ട പാവപ്പെട്ട സാധാരണക്കാരുടെ അവസ്ഥ എന്തായി? അന്ന് അബ്ദുസ്സലാം സുല്ലമി അല്ലെ 1994 ഷാഫിഈ മദ്ഹബ് എന്ന പേരിൽ അബ്ദുസ്സലാം സുല്ലമി എന്താണോ എഴുതിയത് അതിനേക്കാൾ മോശമായ രൂപത്തിലാണ് ഈ ലക്കത്ത് സുന്നി വോയിസിന്റെ ലേഖനം. അന്ന് 96 പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സലാം സുല്ലമിക്ക് മറുപടി എഴുതി, സ്വഹാബിയാകണമെന്നില്ല, സാധാരണക്കാർക്കും കാണും, റസൂലാണെന്ന് ഉറപ്പിക്കണം, അതാണ് ഇമാമിങ്ങളുടെ പക്ഷം. അന്ന് സലാം സുല്ലമിക്ക് മറുപടി എഴുതി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇന്നിതാ സലാം സുല്ലമിയുടെ അതേ ആശയം അതിലേറെ മോശമായി എഴുതിയിരിക്കുന്നു സുന്നി വോയിസിൽ. ഇപ്പൊ പൊന്മള എഴുതിയത് ഇപ്പൊ എന്താ ആയത്? ഇപ്പൊ ഏതാ ശരി? പൊന്മള എഴുതിയതാണോ സുന്നി വോയിസ് എഴുതിയതാണോ? പേരോട് പറഞ്ഞു, സുന്നി വോയിസ് അത് എടുത്തു പിടിച്ചു. പേരോട് പറഞ്ഞു വന്നല്ല, അതിലപ്പുറമൊക്കെ പോയിട്ടുണ്ട്. ഔദ്യോഗിക ലേഖനല്ലേ അത്? ഒരു ഭാഗത്ത് യാത്ര നടത്തുമ്പോൾ ഞങ്ങൾ സലാം സുല്ലമിയുടെ ആ ഒരു അവസ്ഥയിലാണുള്ളത് എന്ന് സ്വന്തം മുഖപത്രം വിളിച്ചു പറയുകയാണ്. എന്താ യാത്ര നടത്തിയിട്ട് കാര്യം? ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് മർആനി ഫിൽ മനാമി ഫഖദ് റആനി ഹഖ്ഖാ. എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ, ഇന്ന ആള് എന്നവിടെ പറഞ്ഞിട്ടില്ല, സ്വഹാബി കണ്ടാലും സ്വഹാബിക്ക് ശേഷമുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള ഏത് സാധാരണക്കാരൻ കണ്ടാലും എന്നെ തന്നെയാണ് കണ്ടതെന്നും ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, പിശാചുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, എൻ്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിശാചിന് ഇടപെടാൻ കഴിയില്ലെന്നും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സാധാരണക്കാർ കാണുന്നു
സുന്നി വോയിസ് എഴുതിയതെന്താ? അവർ കണ്ടാൽ ഉറപ്പിക്കാൻ പറ്റില്ല, പിശാചാകാം. എന്ത് കേരള യാത്ര! നിങ്ങൾ മനസ്സിലാക്കിയത് എവിടെയോ രണ്ട് കൊടിയും കെട്ടിയിട്ട് ജാഥ നടത്തിയാൽ സുന്നിയാകുമെന്ന് ആരാണ് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത്? നിങ്ങൾ ഉറപ്പിച്ചു പറയുകയാണ് സലാം സുല്ലമിയുടെ വാദം. അത് സ്വന്തം മുഖപത്രത്തിൽ എഴുതുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഓരോന്നും നമ്മൾ വിശകലനം ചെയ്യാനിരിക്കുന്നു.